വല്യമ്മച്ചി. ഡ്രാക്കുളയോ? ഓ, ഡ്രാക്കുള അല്ല, ഇത് ഞാനാ. എന്താടി? ഞാൻ രാജേഷും കൂടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യട്ടെ. ഈ പാതിരാത്രിയിലോ? ഓ, ഇപ്പഴല്ല, പയ്യെ. എന്ത് ബിസിനസ്സാന്ന് ചോദിക്കേ? ഫുഡ് ബിസിനസ് അല്ലേ? എങ്ങനെ മനസ്സിലായി? പിന്നെ പാചകക്കാരന്റെ കൂടെ കമ്പ്യൂട്ടർ ബിസിനസ് ചെയ്യാൻ പറ്റുമോ? ഓ, ഓ പോടി പെണ്ണേ, ഉറങ്ങിക്കോട്ടെ. രാജേഷേ, കാശ് റെഡിയായ? നടക്കൂലോ. എടോ, എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. ഐഡിയ? എന്താ ഐഡിയ? പാർട്ട്ണർഷിപ്പ് ബിസിനസ്. ആരൊക്കെ? ഞാനും താനും. അടിപൊളി. നല്ല സമയമാണ് എൻ്റെ കൂടെ പാർട്ട്ണർഷിപ്പ് തുടങ്ങാൻ. എടോ, പ്ലാൻ വർക്കൗട്ട് ആയാൽ നമുക്ക് ഈസി ആയിട്ട് ഇവളുടെ കാശ് കൊടുക്കാൻ പറ്റും. ഈ ബിസിനസ് ഒക്കെ ചെയ്ത് കാശുണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കാര്യമല്ലോ. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി വുമൺ ഓണ്ടർപ്രണറിന് 25 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും, അതും പലിശയില്ലാതെ. ലോൺ എന്റെ പേരിൽ എടുക്കാം, എന്നിട്ട് അതിൽ നിന്ന് 8 ലക്ഷം രൂപ ഷെങ്ങിന് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് നമ്മുടെ ബിസിനസ്സിലിടാം. ഈ സർക്കാരിന്റെ കയ്യിൽ നിന്നൊക്കെ കാശ് മേടിക്കുക എന്ന് പറഞ്ഞാലേ നടക്കണ കാര്യമല്ലോ. നടത്തി നമ്മളെ നശിപ്പിച്ചു കളെ. എടോ, താൻ എന്തെങ്കിലും നെഗറ്റീവ് തള്ളണേ? ബി പോസിറ്റീവ്. അല്ല, എന്താ തന്റെ ഐഡിയ? അത് പറ. അതായത് ഹോട്ടൽ തുടങ്ങാന് ബെസ്റ്റ്. പിടിച്ചേ. എടോ, വെറും റെസ്റ്റോറന്റ് അല്ല, ടിബറ്റിന്റെ മനോഹരമായ രുചി പകരുന്ന ഒരു നാടൻ റെസ്റ്റോറന്റ്. ഈ ടിബറ്റിന്റെ ഫുഡൊക്കെ ആരുണ്ടാക്കും? അവളുണ്ടാക്കും. അതിനവള് പോവല്ലേ? പോണേക്കാളും മുമ്പേ ഇവള് നമ്മൾ പഠിക്കണോ അത്? ടിബറ്റ് ഫുഡ് എവിടെ തുടങ്ങും ഇത്? എടോ, ഇവിടൊക്കെ ഇന്ന് റെഡി ആക്കണം. കുറച്ച് ലൈറ്റ്സ്, പിന്നെ ചെയർ. ഇവിടെ നമുക്ക് കൗണ്ടർ സെറ്റ് ചെയ്യാം. അയ്യേ, ഇവിടെയാ? അയ്യേന്നാ? എടോ, ഇത്ര ബ്യൂട്ടിഫുൾ ആയ സ്ഥലം വേറെ എവിടെ കിട്ടാനാ? എടോ, ഇങ്ങോട്ട് വണ്ടിയും കാറൊന്നും കയറി വരില്ല ഈ വഴി. എടോ, രുചിയുള്ള ഫുഡ് കിട്ടുമെന്ന് അറിഞ്ഞാൽ മലയാളികൾ പാരച്ചൂട്ടിൽ വന്നിറങ്ങിയെന്ന് ഫുഡ് കഴിക്കും. അതുകൊണ്ട് ഞാൻ ട്രാൻസ്പോർട്ടേഷന്റെ കാര്യം വിട്ടേക്ക്. രുചിയുള്ള ഫുഡ് കൊടുക്കണം, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോ എങ്ങനെയാ, പോണല്ലേ? അവളോട് പറഞ്ഞ പോലീസ്? എന്താ സാറേ? നീ അവളെ ഒന്ന് വിളിച്ചേ. ഷോ യുവർ പാസ്പോർട്ട് ആൻഡ് വിസ. സാറേ, എന്താ സാറേ കാര്യം? അതൊക്കെ ഞാൻ പറയാം. ടൂറിസ്റ്റ് വിസയായി വന്നവളെ കൊണ്ടാണോ പണിയെടുപ്പിക്കുന്നത്? കൊള്ളാമല്ലോ. ഡാ, ടൂറിസ്റ്റ് എന്നും ടൂറിസ്റ്റാ. അവർക്കിവിടെ കച്ചവടം നടത്താൻ റൈറ്റ്സ് ഒന്നുമില്ല, അറിയാൻ മേലേ? സാറേ, അവള് ജോലിയായിട്ടല്ല, ഞങ്ങളെ വെറുതെ സഹായിക്കുന്ന മാത്രമേ ഉള്ളൂ. സാറേ, ബിസിനസ് ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരില്ല. നിങ്ങൾ ഇവളെ കണ്ടല്ലേ ഈ പരിപാടിയെല്ലാം തുടങ്ങി വെച്ചേ? ഇനി ഒരാഴ്ചയെ കൂടി ഇവക്ക് ഇന്ത്യയെ തുടരാൻ വിസയേ ഉള്ളൂ. അതുവരെ ഇവളെ കൊണ്ടെങ്കിലും പണിയെടുപ്പിച്ചാണല്ലോ രണ്ടുപേരും അകത്ത് പോവും. പറഞ്ഞേക്കാം. യുവർ വിസ വിൽ എക്സ്പയർ ഇൻ 1 week. You have to leave the country as soon as possible. ഇവിടെ പെട്ടെന്നങ്ങ് പറഞ്ഞു വിട്ടേക്കണം, ഇല്ലേ വിവരം അറിയും. പറഞ്ഞേക്കാം. എന്തായി സാറേ? വിറപ്പിച്ചിട്ടുണ്ട്. അടിപൊളി. കട ഉടനെ പൂട്ടുവോ? എടോ, ആ ചൈനക്കാർ ഒരാഴ്ച കഴിയുമ്പോൾ തിരിച്ചു പോകും. പിന്നെ എന്ത് കട, പിന്നെ എന്ത് കച്ചവടം? പൊളിച്ച്. അപ്പൊ വൈകിട്ട് മാറിക്കണം. ഓക്കെ ഓക്കെ. കണ്ടവയെല്ലാം മനവനെ നീ തന്നിടണേ നാഥ.
sleep? I was missing my parents. Oh, They left me alone. your papa, mama? നോക്കട്ടെ. Come. My papa. My mama. Done. Long back. സമയമാകുമ്പോ എല്ലാരും പോവും. That means That means good night. okay. Good night. $25,000 കഴിഞ്ഞ ആഴ്ചയല്ലടാ എഞ്ചിന്റെ പണി തീർത്തു. നീയൊക്കെ ഇവിടെ എന്തുണ്ടാക്കണാണ്? ഞങ്ങ ഈ കല്ലിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഓടണല്ലേ, അങ്ങനെ ഓടുമ്പോ ഇഞ്ചത്തിന് അതിൻ്റെതായ കംപ്ലൈന്റ് ഒക്കെ വരും. അതൊന്നും ഇവിടെ പറ്റിയല്ല. നാളെ മുതൽ വേറെ വെള്ളം പിടി. മനസ്സിലായ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സുബിച്ചേട്ടാ, രാജേഷേ, ഒരു സെക്കൻഡ് ഒന്ന് വരും. പിന്നെന്താ മോനെ? എന്താണ് രാജേഷേ പതിവില്ലാണ്ട് എന്നെ അല്ലാട്ടാ, പൈസക്ക് ഇച്ചിരി അത്യാവശ്യമുണ്ട്. ആണോ? അപ്പോ ഒന്ന് പറ്റുവാണെങ്കിൽ ഒന്ന് സഹായിക്കണം. അതിന് നിന്നോട് ഞാൻ ഡീല് നേരത്തെ പറഞ്ഞല്ലേ. അതല്ലേട്ടാ, എനിക്ക് ഇപ്പം ആ ഡീലിന് ഓക്കെയാണ്. ചേട്ടൻ അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ പൈസ നാളെ തരുവാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. നീ നല്ലപോലെ ആലോചിച്ചിട്ടാണോ? അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ നാളെ ആക്കണേ. എന്തിനാ ഇന്ന് തന്നെ വന്നേക്കാം. മതിയോ? നാളെ മതി. പിന്നെ ചേട്ടാ, തൽക്കാലത്തേക്ക് ഒരു വാടക വീട് കിട്ടുന്നവരെ ഞാനവിടെ താമസിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവോ? ഒരു ബുദ്ധിമുട്ടുമില്ല. നീ എന്റെ ചെക്കനല്ലടാ. ഞാൻ നോക്കണോ വീട്? വേണ്ട, ഞാൻ നോക്കിക്കോളാം. അങ്ങനെയാണെങ്കിൽ നാളെ കാണാം. മോനെ വാ. അതെ, ഒരു മിനിറ്റ്. രാജേഷേ, ഇതിലൊരു ഒപ്പിട്ടെ. കാശ് വന്നതിനൊരു തെളിവ് വേണ്ടേ? അതാ. ആധാരം. സിബി ഒരു വാക്ക് പറഞ്ഞ വാക്കാ. പിടി, ബാക്കിയിട്ട്. ഓക്കെ അല്ലേ? രജിസ്ട്രേഷൻ ഡേറ്റ് ഞാൻ അറിയിക്കാം. പിന്നെ വരുമ്പോ നിന്റെ പെങ്ങളെ കൂടി കൊണ്ടുവരണം. ഭാവിയിൽ ഒരു പ്രശ്നം ഉണ്ടാവരുതല്ലോ, അതാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് വാടക വീട് തപ്പിക്കോ. പോട്ടെ. വാഷിംഗ് അറേഞ്ച്ഡ്. സേഫ്. അതൊക്കെ ചെയ്തു. ഇത് സേഫായിട്ട് വെച്ചോ. അല്ലെങ്കിൽ Teresa. Yes. You know what? I got the cash. Is it? Yes.
ഓ അടിപൊളി. Adipoli. യു മലയാളം? Hey, can you take me somewhere? When? Now? Okay. Okay, 1 minute. Okay. ഇതെന്താ റെസ്റ്റോറന്റ് വിട്ട് പഴയ പണിക്ക് പോയാ? ആ അതല്ലടോ, കച്ചവടമൊക്കെ ഒന്ന് സെറ്റ് ആവുന്നവരെ ഇത് സൈഡിലൂടെ വിട്ടേക്കാം, അല്ലെങ്കിൽ പണി നടക്കൂല. പക്ഷെ എങ്ങനെ കൊടുക്കാൻ കാശ് എടുത്ത് കിട്ടി? അതൊക്കെ സംഘടിപ്പിച്ച്. ആ അതെന്തായാലും നന്നായി, അവള് ഭയങ്കര ഹാപ്പിയാ. ആ ആ ഇതെവിടെയായിരുന്നു? കൂടപ്പറപ്പിനെ പോലെ കണ്ടാ നിന്നെ. ഒരു വാക്ക് പറയാൻ മേലായിരുന്നു എന്നോട്. ഇനി മേലെ വിജേട്ട കുഞ്ചേട്ട എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്നേക്കരുത്. എന്താണ് വിഞ്ചേട്ടാ, എന്താ കാര്യം? എന്താണെന്നാ എന്റെ കൊച്ചി ഈ വീട് സ്ഥലവും വിറ്റ് ചെക്കിന് കാശ് കൊടുക്കാൻ. ഇവിടെ നിന്ന് ഇറങ്ങിയവൻ എന്ത് ചെയ്യും? ഇവിടെ പോന്നു ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ട് നിൽക്കണേ. വെഞ്ചേട്ടാ, ഒരാൾ പെട്ടിരിക്കുമ്പോൾ എങ്ങനെയാ വെഞ്ചേട്ടാ വീടും കെട്ടിപ്പിടിച്ചിരിക്കണേ? നമ്മളോ ഗതി പിടിച്ചില്ല. നമ്മൾ കാരണം ഒരാൾക്ക് ഉപകാരം ഉണ്ടാവുന്നുണ്ടോ ഉണ്ടായിക്കോട്ടെ. പിന്നെ എൻ്റെ കാര്യം, എനിക്ക് നിങ്ങളൊക്കെ ഇല്ലേ വെഞ്ചേട്ടാ? എനിക്കൊരു പായം കല്യാണം കിട്ടുവാണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഒരു മൂലയ്ക്ക് ഞാൻ പോയി കിടന്നോളാം. ഇവിടെ എന്നാലും ഇത് കടന്ന കൈയായി പോയുള്ള ഒരാഴ്ച. വെഞ്ചേട്ടാ, നിങ്ങൾ അവളുടെ സന്തോഷം ഒന്ന് കാണണം. എനിക്കിപ്പോൾ ഉത്തരവാദിത്തോടെ എന്തോ ചെയ്തു എന്നുള്ളൊരു തോന്നല. വെഞ്ചേട്ടാ, നമുക്കുള്ളത് വരും വെഞ്ചേട്ടാ. വരും, അതും വിചാരിച്ചിരുന്നു. എല്ലാം വിറ്റ് നശിപ്പിച്ചേ. Teresa, let's go. ഓക്കെ. എങ്ങോട്ടാ അവളെ? അവൾക്ക് എവിടെ പോണെന്ന്. ആ എന്നാ പോയിട്ട് വാ. പോയിട്ട് വരാം.